ക്രൈസ്റ്റ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വളരെ മനോഹരമായ ഒരു വേദഭാഗം അല്പമായി നമുക്ക് ചിന്തിച്ച് ഒന്ന് രണ്ട് വെളിപ്പാടുകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, 8-ാമത്തെ വാക്യം: ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിക്കുക, കർത്താവിനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനായി വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കർത്താവിന് പ്രസാദമുള്ളൊരു ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വിജയകരമായ, കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ നമുക്ക് പൗലോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് തൻ്റെ അവസാന കാലഘട്ടത്തിൽ ദൈവത്തോട് ലേഖനങ്ങളിൽ ഇങ്ങനെ കാണുന്നു. തൻ്റെ ഓട്ടമെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ ഇങ്ങനെ കാണുന്നു, ഒരു വാക്ക് താനിങ്ങനെ പറയുകയാണ്: ഞാൻ നല്ല പോർക്ക് ഓട്ടത്തിൽ വിശ്വാസം കാത്തു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, പൗലോസിൻ്റെ ഓട്ടം ഭയങ്കര സുഗമമായിരുന്നോ, വളരെ സുഖപ്രദമായിരുന്നു എന്നൊക്കെ നമ്മൾക്ക് അതിൻ്റെ അകത്തോടൊന്ന് ചിന്തിക്കാം. അനവധി വെല്ലുവിളികൾ, പ്രതികൂലങ്ങളൊക്കെ പൗലോസ് നേരിട്ടു. ഇവിടെയാണ് ദൈവത്തിന് പ്രസാദകരമായുള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കാം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വെല്ലുവിളികളല്ല, കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി വെല്ലുവിളികളെയല്ല നോക്കേണ്ടത്. അവനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കർത്താവിന് വേണ്ടി ഓടുക, കർത്താവിന് വേണ്ടി വലുത് ചെയ്യുക, കർത്താവിനെ അനുസരിക്കുക. ഒറ്റ ലക്ഷ്യം. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഭൂമിയിൽ അനവധി പ്രശ്നങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം. അതൊക്കെയാണെങ്കിലും ലക്ഷ്യമെന്നേ ഉള്ളൂ: കർത്താവിന് വേണ്ടി ഓടുക. അതാണ് കർത്താവിന് പ്രസാദകരമായുള്ള ജീവിതം. നമുക്കറിയാം, കടലിലേക്ക് നിങ്ങൾ നോക്കും, ഓളങ്ങളും തിരമാലകളും ഉണ്ട്, വലിയ കൊടുങ്കാറ്റുകളുണ്ട് എന്ന് കരുതി മീൻപിടുത്തക്കാർ പോകാതിരിക്കുന്നുണ്ടോ? ഇല്ല. കപ്പലുകൾ ഓടാതിരിക്കുന്നുണ്ടോ? ഇല്ല. അവർ അതിൻ്റെ എല്ലാം ആ കാര്യങ്ങളിൽ കൃത്യമായ നിലവാരത്തിൽ അവർ പോകുന്നു, വരുന്നു, അതിനെയൊന്നും പേടിക്കുന്നില്ല. അങ്ങനെ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. വലിയ അപകടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട്. പക്ഷെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കൊരു ലക്ഷ്യമുണ്ട്. കടലിൽ പോകുന്നവർക്കൊരു ലക്ഷ്യമുണ്ട്: മീൻ പിടിക്കുക, തിരികെ വരിക. ഇതുപോലെ തന്നെയാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ. പ്രശ്നങ്ങളെ ഒരു കാരണവശാലും നോക്കി ഓടിയാൽ ക്രിസ്തീയ ജീവിതം ശരിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല. ഒരുപക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും തുടക്കത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ശക്തമായി ഓടി പ്രതികൂല കാറ്റുകൾ അടിച്ചിട്ട് അവർ തളർന്നു നിൽക്കുകയാണെങ്കിൽ, ഞാനൊരു കാര്യം ഇന്ന് നിങ്ങളോട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയാം: ഒരു കാരണവശാലും നിർത്തരുത്. പ്രശ്നങ്ങളല്ല, പ്രതികൂലങ്ങളല്ല, കർത്താവായ യേശുവിനെ തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ ഓടുക. നമ്മുടെ പഴയ നിയമപിതാക്കന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാമിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. നീണ്ട 25 വർഷത്തോളം വാഗ്ദത്തം പ്രാപിച്ചിട്ട് താൻ യാത്രകൾ ചെയ്തുകൊണ്ടേയിരുന്നു. വലിയ യാത്രകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ഒന്നേ നോക്കൂ, തൻ്റെ ദൈവത്തോട് കൂടെ ഇരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഒറ്റ ലക്ഷ്യം അബ്രഹാമിനുണ്ടായിരുന്നു: ദൈവത്തോട്. അതുകൊണ്ട് അബ്രഹാമിനൊരു പേര് കിട്ടി, ദൈവത്തിൻ്റെ സ്നേഹിതൻ. അതുകൊണ്ട് ജീവിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ പ്രശ്നങ്ങളെ നോക്കി ഓടുന്നവർക്ക് പറ്റില്ല. പ്രശ്നങ്ങളെയല്ല, കർത്താവിനെ തന്നെ നോക്കി ഓടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും നിർത്തിവെച്ചിടത്തുനിന്ന് തുടങ്ങുവാനുണ്ടെങ്കിൽ, ഒരു പക്ഷേ പ്രതികൂലമായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, തകർന്നു പോയിരിക്കാം, എന്നാൽ
ഒന്ന് ഉണർന്നെഴുന്നേൽക്കണം. ഉണർന്നെഴുന്നേറ്റ് കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ എനിക്ക് പറ്റിയില്ല, എന്നാൽ ഈ നാളുകളിൽ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ്. പ്രസാദകരമായുള്ള ജീവിതം. രണ്ടാമത് പറയുന്നത് മരിക്കുന്നു എങ്കിലോ കർത്താവിന് വേണ്ടി. അത് മരിക്കുവാൻ വേണ്ടിയല്ല അവിടെ പറയുന്നത്. എവിടെ വലിയ പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. എവിടെയാണ് നിങ്ങൾ 3 എബ്രായ ബാലന്മാരെ നോക്കുക. അടുത്ത നിമിഷം മരണത്തിൻ്റെ തീയിലേക്ക് അവർ പോവുകയാണ്. ഒരു രക്ഷയുമില്ല. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കുക, ഞാൻ ഉണ്ടാക്കിയ ദേവനെ നമസ്കരിക്കുക. അവർ ധൈര്യത്തോടെ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ സേവിക്കുന്ന യഹോവയല്ലാതെ ഞങ്ങൾ ആരെയും ആരാധിക്കത്തില്ല. അപ്പോൾ അവിടെ പ്രശ്നങ്ങളെ നോക്കിയല്ല അവർ നിന്നത്. ഒരേ ഒരു ലക്ഷ്യം, കർത്താവിനെ മാത്രം സേവിക്കുക. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളെ നോക്കിയല്ല, പ്രതികൂലങ്ങളെ നോക്കിയല്ല, സാഹചര്യങ്ങളെ നോക്കിയല്ല, ഈ ദൈവത്തോട് കൂടെ ദൈവത്തിൽ മാത്രം ദൈവവചന വെളിപ്പാടിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദമുള്ളൊരു ക്രിസ്ത്യ ജീവിതം നോക്കി നിങ്ങളെ പ്രിയ മകനെ, അനുഗ്രഹിക്കപ്പെട്ടവനെ എന്ന് വിളിച്ചു പറയുവാൻ ഇടയായി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊക്കെ കർത്താവ് വിളിച്ചു പറയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നടന്ന കർത്താവിനോട് കൂടെ നടന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സാഹചര്യങ്ങളെ നോക്കിയില്ല, പ്രശ്നങ്ങളെ നോക്കിയില്ല. യോബിൻ്റെ ജീവിതം നോക്കുക, പ്രശ്നങ്ങളെ നോക്കിയില്ല, പ്രതികൂലങ്ങളെ നോക്കിയില്ല. ഒറ്റ ലക്ഷ്യം, ദൈവത്തെ മാത്രം, കർത്താവിനെ മാത്രം, നമ്മൾ സേവിക്കുന്ന കർത്താവിനെ മാത്രം. നമ്മൾക്ക് ഒരു നിമിഷം കൂടി ഒരു കാര്യം കൂടെ ഒന്ന് ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ വരുമ്പോൾ, കർത്താവേ ഇത് നടന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത് കിട്ടിയില്ലല്ലോ എന്ന് പലപ്പോഴും പരിഭവിച്ച് വളരെ ബുദ്ധിമുട്ടി പെറുപുറത്ത്, അല്ലെങ്കിൽ ഇനി പെറുപുറത്തില്ലെങ്കിലും ഒരു വേദനയോടെ നമ്മൾ പിൻവാങ്ങുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊന്ന് ഓർക്കണം, നിങ്ങൾ കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്കി. എന്തെല്ലാം പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, അടികൾ, തുപ്പലുകൾ, പുറം കുഴവിച്ചാൽ പോലെ കീറി മുറിഞ്ഞ അവസ്ഥകൾ, വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങളെല്ലാം ചുറ്റും നിന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അതെല്ലാം സഹിച്ചില്ലേ? എന്തിനായിരുന്നു? കർത്താവ് പാപം ചെയ്തിട്ടായിരുന്നു? അല്ല, എന്നെ നിങ്ങളെ സ്നേഹിച്ച് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ അത്രത്തോളം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്ത കർത്താവിന് വേണ്ടി, ആ കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നോക്ക്, ഈ ഭൂമിയിൽ നമുക്ക് അനവധി നന്മകൾ വേണം, അനവധി കാര്യങ്ങളെല്ലാം വേണ്ടുമ്പോൾ തന്നെ കർത്താവ് പറയാണ്, നിങ്ങൾ മുമ്പേ ഉയരത്തിലുള്ള ചിന്തിക്കുക. അല്ലെങ്കിൽ വേറൊരു വാക്യമുണ്ട്, എന്തുവാ അതിങ്ങനെയാണ് പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രയോറിറ്റി, ഒന്നാം സ്ഥാനം, പ്രാധാന്യം ദൈവത്തിനാണ്. അപ്പോൾ ദൈവത്തെ നോക്കി നമ്മൾ മുന്നോട്ട് പോവുക, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക. എവിടെയാണ്? ശുശ്രൂഷയിലാണെങ്കിൽ ശുശ്രൂഷയിൽ മറ്റൊന്നും നോക്കാതെ മുന്നോട്ട് കൊടുക്കുക. ഇനി മറ്റു കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് കാര്യം, നിങ്ങളുടെ വിലയിൽ തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് ആ നിലവാരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ നല്ല തീരത്തെത്തിക്കും. കർത്താവ് ഇങ്ങനെ പറയും, നല്ലവനും വിശ്വസ്തനുമായ മകനെ എന്ന് കർത്താവ് പറയും. അനവധി പ്രശ്നങ്ങളെ നോക്കി തിരിഞ്ഞു പോകുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനം പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അതുകൊണ്ട് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെയല്ല നോക്കേണ്ടത്, പ്രതികൂലങ്ങളെയല്ല നോക്കേണ്ടത്, കർത്താവിനെ തന്നെ നോക്കിയോടുക. നമ്മൾ ഓർക്കണം, കർത്താവിനെ നോക്കി ഓടിയ ഒരു കാരണവശാലും നമ്മൾ ലജ്ജിച്ച് പോകത്തില്ല. കർത്താവ് അത് ഉറപ്പ് തരുന്നുണ്ട്. പക്ഷെ പ്രയോറിറ്റി, ഇന്ന് പറ്റുന്ന പരാജയം, ഒരു നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സ്ഥിതികളെ മാനിക്കും, നീ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ
കേൾക്കുന്ന ദൈവമക്കൾ ആദ്യം സ്വീകരിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള വാക്കുകളാണ്. രണ്ടാമതേ അവർ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് കേൾക്കത്തുള്ളൂ. എന്നാൽ അങ്ങനെ ആയിരിക്കല്ലേ, നമ്മൾ ആദ്യം കേൾക്കുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വചനത്തെ അനുസരിച്ചാൽ, ദൈവത്തെ അനുസരിച്ചാൽ ബാക്കിയൊക്കെ നമ്മുടെ പുറകെ വരും. ഓൾറെഡി ദൈവം നമുക്ക് ഇതെല്ലാം ദാനമായിട്ട് തന്നിരിക്കുന്നത്. സങ്കീർത്തനങ്ങളുണ്ട്, അവിടെ ഇങ്ങനെ പറയുന്നു, ജീവിച്ചിരുന്ന് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നമ്മളിതിൻ്റെ പുറകെ ഓടണ്ട. ദൈവം നമ്മൾക്ക് ഇതൊക്കെ ദാനം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുക. എൻ്റെ അപ്പൻ്റെ ആഗ്രഹം, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം, എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അപ്പന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ അപ്പൻ്റെ മുന്നിൽ ഒരു വിശുദ്ധമായ, ഒരു ശുദ്ധമായ, നിഷ്കളങ്കമായ ഒരു നല്ല ജീവിതത്തെ എനിക്ക് തെളിയിച്ചു കൊടുക്കണം, എനിക്കത് കാണിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു തീരുമാനം ഇന്ന് രാത്രി എടുക്കണം. നിങ്ങൾ ഈ പകൽക്കാലമെല്ലാം ഓടിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇന്നത്തെ ദിവസം രാത്രി ഒരുപക്ഷെ ജോലിയിലായിരിക്കാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജോലിക്ക് പോകുമായിരിക്കാം. എന്നാൽ പോയിട്ട് വന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മുഴങ്കാൽ മടക്കി, കർത്താവേ, ഞാൻ ഇതുവരെ ഓടിയത് ഞാൻ മറ്റെന്തൊക്കെയോ കണ്ടുകൊണ്ടാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, എൻ്റെ ജീവിതത്തിലെ വസ്തു, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരുടെ ഭാവി, ഇതൊക്കെ കണ്ടാണ് ഞാൻ കർത്താവിൻ്റെ പുറകെ ഓടിയത്. അവിടെയൊക്കെ എനിക്ക് ചിലപ്പോഴൊക്കെ ലക്ഷ്യം പിഴച്ചു, ചിലപ്പോഴൊക്കെ പരാജയം പറ്റി. അപ്പോഴെല്ലാം ഞാൻ പുറകിലോട്ട് പോയി. പക്ഷെ അതെല്ലാം അങ്ങോട്ടൊന്ന് മാറ്റിവെച്ച് കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കി ഓടിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആമേൻ, കർത്താവിനെ മാത്രം ലക്ഷ്യമാക്കി ഓടിയാൽ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. മുമ്പേ പറഞ്ഞ് കടലിൽ പോകുന്നവൻ്റെ ആമേൻ ബോട്ടിൻ്റെ അമരത്തിരുന്ന് പോകുന്നവന് കാറ്റും കോളും തിരമാലകളും അവൻ ഗണ്യമാക്കത്തില്ല. അവനൊരു ലക്ഷ്യമുള്ളൂ, നല്ല മീനുകളെ പിടിച്ച് കരയ്ക്ക് കൊണ്ടുവരിക. അവൻ്റെ ലക്ഷ്യം ആ കാറ്റും കോളുമല്ല, പ്രതികൂലമല്ല, ചുഴലിക്കാറ്റല്ല, കൊടുങ്കാറ്റല്ല, ഇതൊന്നുമല്ല. അവൻ്റെ ലക്ഷ്യം ഒറ്റയൊന്നാണ്, നല്ല മീനുകളെ പിടിച്ച് മടങ്ങി വരിക. ഇന്ന് രാത്രി നിങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവിന് വേണ്ടി നല്ലൊരു ജീവിതം നയിക്കുവാൻ, കർത്താവിനെ മാത്രം നോക്കി ജീവിക്കുവാൻ, കർത്താവിനെ മാത്രം സേവിച്ച് മുന്നോട്ട് പോകാൻ. ഒന്നുകൂടെ പറഞ്ഞ്, ഉയരത്തിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ ദൈവം നിങ്ങളെ ഇന്ന് ഈ പകൽക്കാലം സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ശുശ്രൂഷകൾ മടക്കി വെച്ച്, വിശ്വാസ ജീവിതം മടക്കി വെച്ച്, ഇനി കർത്താവിനെ വിളിച്ചിട്ട് കാര്യമില്ല, എൻ്റെ പ്രാർത്ഥനകളൊന്നും കർത്താവ് കേൾക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഏതെങ്കിലും വ്യക്തികളൊക്കെ കാണും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട്, ആമേൻ, പ്രാർത്ഥിച്ചിട്ട് അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ച് നടക്കാത്തതുകൊണ്ട് എവിടെയാണ് ലക്ഷ്യം പിഴച്ചതെന്നറിയാം. ഒബീഡിയൻസ്, അനുസരണം. ആദ്യം ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ പുറകെ പോവുക, അതിനുശേഷം പുറകെയുള്ള നന്മകളെ പിടിക്കാൻ നോക്കുക. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഇനി ഞാൻ വായിച്ച വേദഭാഗത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായിട്ട്, കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുക. മരിക്കുന്നുവെങ്കിലോ കർത്താവിനായി മരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് വലിയ പ്രശ്നം വന്നാലും, എന്തു വന്നാൽ, അടുത്ത നിമിഷം മരിക്കാൻ പോയി വലിയ പ്രശ്നം വന്നാലും ഞാനൊരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. മരിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എബ്രായബാലന്മാർ പറഞ്ഞു, രാജാവേ, ഇതിന് ഉത്തരം പറവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. നീ ഉണ്ടാക്കിയിരിക്കുന്ന ദേവനെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. ഉറച്ച തീരുമാനം. ഒന്ന്, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം. രണ്ടൊരു ഉറച്ച ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം, കർത്താവ് നിങ്ങളെ നോക്കി പറയും, ശരിക്കും ഇതാണ് മക്കളെ ക്രിസ്തീയ ജീവിതം, ഇതാണ് എനിക്ക് പ്രസാദമുള്ള ക്രിസ്തീയ ജീവിതം. കാരണം എന്താണെന്നറിയോ, കർത്താവ് ഒന്നാം സ്ഥാനത്ത് ആത്മീയതയാണ് നിർത്തുന്നത്. ഒന്നാം സ്ഥാനം ആത്മീയതയാണ്. നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടുന്നതാണ് കർത്താവ് ഒന്നാമത് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യേശു കർത്താവിനെ നോക്കിക്കേ, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും
പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാൽ നമുക്കെല്ലാം മനസ്സിലാകും. അവിടെ എന്താണ്? യേശു കൂടുതൽ സമയം ആരോടുകൂടിയായിരുന്നു? തൻ്റെ പിതാവിനോടുകൂടെ. എന്താണ് ശിഷ്യന്മാരോട് സംസാരിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ചും തിരുവെഴുത്തുകളെക്കുറിച്ചും ആത്മീയമായ സകല ജ്ഞാനങ്ങളും എല്ലാ ശിഷ്യന്മാരോടും. എന്നാൽ അത്ഭുതങ്ങൾ നടന്നില്ലേ? നടന്നു. ബുദ്ധിമുട്ടി വിശന്നിരുന്ന ജനങ്ങളെ കർത്താവ് പോഷിപ്പിച്ചില്ലേ? ശേഷിപ്പിച്ചില്ലേ? വല വീശി ജോലി ചെയ്ത് തളർന്നിരുന്ന പത്രോസിന്റെ ജീവിതത്തിൽ ഒരു സമൃദ്ധി കൊടുത്തില്ലേ? കൊടുത്തു. ഒരു സൗഖ്യമോട് കണ്ണു കാണാത്തവർക്ക് കാഴ്ച കൊടുത്തില്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ? ഇതെല്ലാം അത്ഭുതം ചെയ്തു കർത്താവ്. എന്നാൽ അത്ഭുതങ്ങളല്ല മെയിൻ കർത്താവിനെ അനുസരിക്കുക, കർത്താവിന് പ്രസാദമുള്ള ജീവിതം, കർത്താവിനെ മാത്രം നോക്കി ജീവിക്കുക. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അടിസ്ഥാനം വെക്കേണ്ടത് ക്രിസ്തുവിലാണ്, ദൈവത്തിലാണ്. ആ ദൈവത്തെ നോക്കി പ്രതികൂലങ്ങളെ കാണാതെ, പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ടോടി പൗലോസിനെ പോലെ ഇങ്ങനെ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പൗലോസ് പറയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, ഇനി എനിക്ക് നീതിയുടെ കിരീടം. ഇന്ന് സ്തോത്രം. ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ മടക്കി വച്ചത് ഇനി ഞാനില്ല, ഞാൻ കഴിഞ്ഞുപോയി, ഇനി എനിക്ക് ഈ വിശ്വാസ ജീവിതം വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മടുക്കരുത്. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങളൊരു വാക്ക് പറഞ്ഞ് സ്തോത്രം നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ കർത്താവ് നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കും. നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളൊരു കർത്താവ് കേട്ടോ. അങ്ങനെയുള്ളൊരു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ പകൽക്കാലം പരിചയപ്പെടുത്തുന്നത്. കാരണം കർത്താവ് തൻ്റെ 2 ശിഷ്യന്മാർ തൻ്റെ മരണശേഷം ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റതറിയാതെ അതൊന്നും വകവയ്ക്കാതെ അവർ യെരൂശലേം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ, അവരങ്ങനെ ഇങ്ങനെ സംസാരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവരോട് ചേർന്ന് കിടന്ന് കർത്താവ് അവരെ മടക്കി കൊണ്ടുവന്നു. പത്രോസ് തന്നെ തള്ളിപ്പറഞ്ഞു. പക്ഷെ പത്രോസിനെ ദൈവം ഉപേക്ഷിച്ചോ? ഇല്ല. അപ്പോൾ കർത്താവ് ഉപേക്ഷിക്കുന്നവനല്ല. ഇന്നൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിനോട് വലുത് ചെയ്യുവാൻ, വലിയ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ, കർത്താവിനെ മാത്രം നോക്കി ജീവിക്കുവാൻ ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളെ കേൾക്കുക. സ്തോത്രം. അതിനെ കേൾക്കുക. കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല. ഞാൻ കർത്താവിൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രം. കർത്താവിനോട് ചേർന്ന് പറ്റിച്ചേർന്ന് മറ്റൊന്നും ചിന്തിക്കാതെ കർത്താവിനോട് മാത്രം ഒട്ടിനിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വചനം ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല. ഉറപ്പ് പറയാണ്, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല. നമ്മുടെ പിതാക്കന്മാർ ദൃഷ്ടാന്തമായിട്ടുണ്ട്. അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.